2 ഫൈബർ കസേര, അതിൽ 2 മനുഷ്യക്കോലങ്ങൾ. ആരെന്നോ എന്തിനെന്നോ തിരിച്ചറിയാതെ കസേരകളിൽ ചാരിക്കിടന്നിരുന്ന കോലങ്ങളെ സമരക്കാർ വെളിപ്പെടുത്തിയത് പെട്ടെന്ന്. മുനിസിപ്പൽ സെക്രട്ടറി, മറ്റേത് ചെയർപേഴ്സൺ. പിറകെ എത്തി കൊടി പിടിച്ചൊരു സംഘം. വാദങ്ങളും വിചാരണകളും ഇല്ലാതെ കൊടി പിടിച്ച സംഘം കോലങ്ങളെ വലിച്ചെടുത്ത് അമ്മാനമാടി റോട്ടിലിട്ട് ചവിട്ടിക്കൂട്ടി. ഇത് ഒരു പ്രതീകാത്മക സമരം. ദുർഭരണത്തിനെതിരെ NCPയുടെ വലിച്ചിട്ടടിക്കൽ സമരം. വലിച്ചിട്ടടിക്കൽ സമരം. ആ സമരത്തിന്റെ മുദ്രാവാക്യത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്കറിയാം, ഒരു നിവർത്തിയുമില്ലാതെ. സംഗതി പ്രതീകാത്മകം, എങ്കിലും സൂചനകളേറെ. തെറ്റു തിരുത്താൻ തയ്യാറാകാത്തവൻ ആരായാലും കസേരയോടെ പൊക്കിയെടുക്കും, പിന്നെ വലിച്ചിട്ടടിക്കും. പൊന്നാനി നഗരസഭയുടെ അഴിമതി ഭരണത്തിനെതിരെ NCPയുടെ വലിച്ചിട്ടടിക്കൽ സമരം. പൊന്നാനി നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ NCP പ്രവർത്തകർ നടത്തിയ പ്രതീകാത്മക സമരം കാഴ്ചക്കാരിൽ കൗതുകമുണർത്തി. നഗരസഭയുടെ ജനദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് NCP പ്രവർത്തകർ വലിച്ചിട്ടടിക്കൽ സമരം സംഘടിപ്പിച്ചത്. കാഴ്ചക്കാരിൽ കൗതുകമുണർത്തിയ വാർത്തയുടെ വിശദമായ രൂപത്തിലേക്ക് തിരിച്ചെത്തും അല്പനിമിഷത്തിനുള്ളിൽ. PG അക്കാദമി, എടപ്പാൾ, പട്ടാമ്പി, വളാഞ്ചേരി, കൊടുങ്ങല്ലൂർ, വണ്ടൂർ ആൻഡ് കൊച്ചിൻ. ദുർഭരണത്തിനെതിരെ NCPയുടെ വലിച്ചിട്ടടിക്കൽ സമരം. നഗരസഭയിലെ മുഴുവൻ അഴിമതികളും അന്വേഷിക്കുക, ജങ്കാർ സർവീസ് പുനരാരംഭിക്കുക, അർഹതപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ഫിഷർമൻ കോളനിയിലെ വീടുകൾ കൈമാറുക, മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് നവീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ സമരം. മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാജിർ ആലത്തിയൂർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അരുൺ ചേമ്പ്ര, ജില്ലാ വൈസ് പ്രസിഡന്റ് മൻസൂർ നാലകത്ത്, പ്രസാദ് കരുവടി, തവൈൽ അബു, ഷറഫുദ്ദീൻ എന്നിവർ പ്രതീകാത്മക സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ഓൺ ലൈവ്, പൊന്നാനി.